ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. വെറും 2 രൂപ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ മുറികളാകട്ടെ, ബാത്റൂം ആകട്ടെ, ടോയ്ലറ്റ് ആകട്ടെ ദിവസവും സുഗന്ധത്തോടെ ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള 2-3 ടിപ്സുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. If you are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ എത്ര തിരക്കാണെങ്കിലും ദിവസവും വൃത്തിയായും ഹൈജീനിക് ആയിട്ടും സൂക്ഷിക്കുന്ന ഒരിടം ബാത്റൂമും ടോയ്ലറ്റും ഒക്കെയാണ്. അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബ്രഷോ ഗ്ലൗസോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അതുപോലെ ക്ലീനിങ് മാറ്റി നിർത്തിയാൽ നമ്മൾ പിന്നെ ശ്രദ്ധിക്കുന്നത് സുഗന്ധം, അത് ടോയ്ലറ്റിലേക്ക് കയറുമ്പോഴായാലും അല്ലെങ്കിൽ മുറികളിലേക്കൊക്കെ പുറത്തു നിന്നും വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2-3 ഈസി ആയിട്ടുള്ള ടിപ്സാണ് കാണിക്കുന്നത്. ഞാൻ ആദ്യം കാണിക്കുന്ന ടിപ്പ്, ബാത്റൂമിൽ എന്തായാലും നമ്മളൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കുന്നുണ്ടാകും. അപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കുന്നതിന് മുമ്പായിട്ട് 2 കോട്ടൺ ബോൾസ് എടുക്കുക. വേസ്റ്റ് ബിൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു 2-3 പീസ് പഞ്ഞി എടുക്കുക. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എസൻഷ്യൽ ഓയിലാണ്. ഏത് ഫ്രാഗ്രൻസ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ 2-3 കോട്ടൺ പീസസ് മതിയാവും. ഇനി എസൻഷ്യൽ ഓയിൽ കയ്യിലില്ലെങ്കിൽ കയ്യിൽ അത്തറോ ഊതോ ഉണ്ടെങ്കിൽ അതായാലും മതി. അതുമില്ല എങ്കിൽ ബേബി ഓയിൽ ഉണ്ടാവില്ലേ, കുഞ്ഞു മക്കളുടെ ബേബി ഓയിൽ ഇപ്പോൾ എക്സ്പയറി ആയിരിക്കുന്നതൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഓയിലൊന്നും ഇനി വലിച്ചെറിയണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ബേബി ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും ഈ പഞ്ഞിയിൽ മുക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് നമ്മൾ ഈ വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കവർ ചെയ്യുക. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് ഇവിടെയൊക്കെ. അപ്പോൾ കോട്ടണിൽ എസൻഷ്യൽ ഓയിൽ അല്ലെങ്കിൽ ഊതോ പെർഫ്യൂമോ എന്തെങ്കിലും. ഇതാണ് എൻ്റെ ആദ്യത്തെ ടിപ്പ്. ഏത് നേരവും സുഗന്ധം പരത്താനായിട്ട് ഈ ഒരു ടിപ്പ് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എസൻഷ്യൽ ഓയിലോ ഊതോ ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്തതായിട്ട് ഞാൻ പറയുന്ന ടിപ്പ് ടോയ്ലറ്റ് ടിഷ്യൂ റോൾ വെച്ചിട്ടുള്ളതാണ്. ടോയ്ലറ്റ് ടിഷ്യൂ റോളിൽ എക്സ്പയറി ആയിട്ടുള്ള ഓയിൽ, ബേബി ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഓയിൽ. എൻ്റെ കയ്യിലുള്ളത് ആൽമണ്ട് ഡ്രോപ്സ് ആണ്. പാരച്യൂട്ടിൻ്റെ ജാസ്മിൻ ഫ്രാഗ്രൻസ് ഉള്ള ഓയിലൊക്കെ ഇതിന് ഏറ്റവും ആപ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഫ്രാഗ്രൻസ് ഉള്ള ഓയിൽ നമ്മൾ ഈ ടിഷ്യൂ റോളുണ്ടല്ലോ, ഈ റോളിൽ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ടിഷ്യൂവിൻ്റെ ആ ഒരു കാർഡ്ബോർഡ് റോളിൽ അതിൽ നമ്മൾ കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചുറ്റിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് തരം ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാവുന്നതാണ്. കൂടുതലും ബേബി ഓയിൽസൊക്കെ നമ്മുടെ കയ്യിൽ എക്സ്പയറി ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഓയിലൊക്കെ വെച്ചിട്ട് ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്പെടും. ഇനി ഇത് നമ്മൾ ബാത്റൂമിൽ ഹോൾഡ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രാഗ്രൻസ് ആയിരിക്കുള്ളൂ. അടുത്തതായിട്ട് പറയുന്ന ടിപ്പ്, ആയാസപ്പെടാതെ നമ്മുടെ ടോയ്ലറ്റ് എങ്ങനെയാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ബ്രഷോ അല്ലെങ്കിൽ ഗ്ലൗസോ ഒന്നും ഇടാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് കാണാം. ആദ്യം തന്നെ ടിഷ്യൂ പേപ്പർ 2-3 നമുക്ക് എടുക്കാം. ഇതുപോലുള്ള സോഫ്റ്റ് ടിഷ്യൂസാണ് എടുക്കേണ്ടത്. സോഫ്റ്റ് ടിഷ്യൂസ് തന്നെ എടുക്കണം, കാരണം ഇത് നമ്മൾ ടോയ്ലറ്റ് ബൗളിലേക്ക് ഇടുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് പിച്ചി കീറി എടുക്കാം.
ദാ ടിഷ്യൂസ് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനി ടോയ്ലറ്റ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകം പറയുകയാണ്, ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പീസസോ ഒന്നും ആവരുത് ഇതുപോലുള്ള ടിഷ്യൂസ്. കാരണം ആ ഒരു ടോയ്ലറ്റ് ബൗളിൽ കൂടി ബ്ലോക്ക് ഒന്നും ഇല്ലാതെ പോകാൻ സഹായിക്കുന്നതാണ് ഈ ടിഷ്യൂ പേപ്പർ. ടിഷ്യൂ പേപ്പർ ഇട്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ന്യൂസ് പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ തടഞ്ഞു നിന്ന് ബ്ലോക്കൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. നമ്മൾ സാധാരണ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബേക്കിംഗ് സോഡ തന്നെയാണ്. പക്ഷേ ഈ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു സെപ്പറേറ്റ് വേറെ തന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ബേക്കിംഗ് സോഡ 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ക്ലോറക്സ് ആണ്. ക്ലോറക്സ് ഇപ്പോൾ ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നതാണ്. അപ്പോൾ ഒറിജിനൽ ക്ലോറക്സ് തന്നെ വാങ്ങുക. അത് നമുക്ക് ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കാം. ഈ ക്ലോറക്സ് ആണ് അതിൽ ശരിക്കും ആ ഒരു വൃത്തിയാക്കി അത് വെളുത്ത നിറത്തിലാക്കിയിട്ട് നമുക്ക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതൊരു 1/4 കപ്പോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ക്ലോറക്സ് ഒഴിച്ച ശേഷം നമുക്ക് ക്ലോസറ്റിൻ്റെ ആ ഒരു ലിഡ് അടച്ചു വെക്കുകയാണ് വേണ്ടത്. കാരണം അതിൽ നിന്നുള്ള സ്മെല്ല് ചിലപ്പോൾ എല്ലാവർക്കും പിടിച്ചെന്ന് വരില്ല. അലർജി ഉള്ളവർക്കൊക്കെ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിലൊന്നും ആവാതെ ശ്രദ്ധിക്കുക. കാരണം സ്കിന്നിലത് ഡയറക്റ്റ് വീഴുകയാണെന്നുണ്ടെങ്കിൽ ചൊറിച്ചിൽ, സ്കിന്നിന് അലർജിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് എന്തായാലും ഉപയോഗിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മൾ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഒരു ക്ലീനിങ് മെത്തേഡ് തന്നെയാണ് പറഞ്ഞത്. ഇത് കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ അടച്ച് വെക്കുക. അതിന് ശേഷം മാത്രം നമ്മളത് ഫ്ലഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ക്ലീനായിട്ട് ബ്രഷൊന്നും ഉപയോഗിക്കാതെ തന്നെ ക്ലോസറ്റ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. Go. Remo, move. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, നല്ല പോലെ തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരുപാട് ആയാസപ്പെടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പിനായിട്ട് ആവശ്യമായിട്ടുള്ളത് കോഫിയാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 രൂപയുടെ ബ്രൂ കോഫി സാഷയാണ്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ 2 രൂപയുടെ ഈ ഒരു കോഫി സാഷെ വെച്ചിട്ടാണ് നമ്മൾ റൂമൊക്കെ നല്ല സുഗന്ധത്തോടു കൂടി ഇരിക്കാനുള്ള ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. ഞാൻ ഈ കാപ്പിപ്പൊടി പൊട്ടിച്ച് ഈ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാപ്പിപ്പൊടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് കൊടുക്കേണ്ടത് ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ ഹോൾഡറോ ആണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ഹോൾഡർ ഉള്ളത് കൊണ്ട് അതിലേക്ക് ഈ കാപ്പിപ്പൊടി ഇറക്കി വെക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ അലുമിനിയം ഫോയിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്ലാതെ നേരിട്ടും ആ ഹോൾഡറിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിരിക്കുന്ന ആ ഒരു ഹോൾഡറിനനുസരിച്ചിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇറക്കി വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ആ ഒരു നീളമുള്ള ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി അഥവാ ഹോൾഡർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ബൗളിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ നീളമുള്ള ക്യാൻഡിലായാലും കുഴപ്പമില്ല, ഇതുപോലത്തെ ക്യാൻഡിലായാലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് എവിടെയാണോ വെക്കേണ്ടത് അവിടെ തിരി കത്തിച്ച് വെച്ചാൽ മതിയാകും.
ഇങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ താഴേക്ക് അതിൻ്റെ ചൂട് തട്ടുകയും കോഫി ചൂടാകുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് നമ്മുടെ റൂമുകളിലും ടോയ്ലറ്റിലോ എവിടെയാണോ ഇത് വയ്ക്കുന്നത് അവിടെ മൊത്തം ആ ഒരു കോഫിയുടെ ആ ഒരു ഫ്രാഗ്രൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് പരീക്ഷിച്ച് നോക്കുക, വളരെ എഫക്റ്റീവാണ്. ഇനി അതല്ല, ഈ ഒരു ക്യാൻഡിൽ കത്തി തീർന്നാലും ആ ഒരു കോഫിയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് റൂമുകളിലൊക്കെ തങ്ങി നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനിനി ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. റെസിപ്പീസാണ് കൂടുതലും, അതും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.